ചാവക്കാടിന് പ്രവാസത്തിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേക ചരിത്രഭൂമിയാണ്. പഴയ പൊന്നാനി താലൂക്കിൻ്റെ ഭാഗമായ ചാവക്കാട് പ്രവാസത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ അതിന് ആരംഭം കുറിച്ചിരുന്നു. സിലോണിലേക്കും മലേഷ്യയിലേക്കും സിംഗപ്പൂരിലേക്കും ബർമയിലേക്കുമൊക്കെ കേരളീയർ പ്രവാസം ആരംഭിച്ചപ്പോൾ അതിൻ്റെ മുന്നിലുണ്ടായിരുന്നത് ചാവക്കാട് തന്നെയായിരുന്നു. പിന്നീട് ഇന്ത്യയിലെ വ്യവസായ നഗരങ്ങൾ ആയ ബോംബെ, ചെന്നൈ, കൽക്കത്ത മുതലായ നഗരങ്ങൾ വ്യവസായവൽക്കരിക്കാൻ ആരംഭിച്ചപ്പോൾ അവിടേക്കും പോയ ഒരു പ്രധാന സമൂഹം ചാവക്കാട്ടുകാർ തന്നെയായിരുന്നു. അവർ ചാവക്കാട് ബീഡി തെറുപ്പുകാരായും മത്സ്യത്തൊഴിലാളികളായും ചായക്കടക്കാരൊക്കെ ആയി ബോംബെയിലും മറ്റും ചെന്നവർ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ ആകൃഷ്ടരാകുകയും അവിടെ തൊഴിലാളി പ്രസ്ഥാനങ്ങളിൽ പങ്കുചേരുകയും പിന്നീട് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുകയും ചെയ്യുന്ന ഒട്ടേറെ പ്രവർത്തകർ ഇവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അവരുടെ പേരുകളൊന്നും ഇപ്പോൾ സ്മരിക്കുന്നില്ല. അത്തരത്തിൽ വലിയൊരു പാരമ്പര്യം പ്രവാസത്തിന് ചാവക്കാടിനുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ഇവിടെ നിന്ന് സിലോണിലേക്ക് പോയ രാജാ അബ്ദുൽ ഖാദർ ഹാജിയും മേലേപ്പര രാമനും എല്ലാം തന്നെ ആ കാലഘട്ടത്തിൽ വമ്പൻ സമ്പാദ്യങ്ങളുമായി തിരിച്ചു വന്ന് കേരളത്തെ വ്യവസായവൽക്കരിക്കുന്നതിനും ആധുനികവൽക്കരിക്കുന്നതിനും പ്രയത്നിച്ചവരാണ്. അപ്പോൾ അങ്ങനെ ഒട്ടേറെ വിപുലമായിട്ടുള്ള സംഭാവനകൾ പ്രവാസ ജീവിതത്തിൽ നിന്ന് കൊണ്ടുവന്നവരാണ് ചാവക്കാട്ടുകാർ. അതുകൊണ്ട് തന്നെ ഗൾഫ് മേഖലകളിലേക്ക് 50കളിൽ കുടിയേറ്റം ആരംഭിക്കുമ്പോൾ തന്നെ ചാവക്കാട് നിന്ന് കുടിയേറ്റം ആരംഭിച്ചതായിട്ട് കാണാൻ പറ്റും. ആദ്യത്തെ കുടിയേറ്റക്കാർ ഗൾഫ് മേഖലകളിലേക്ക് പോയ 13 പേർ ഒരുമനയൂരുള്ള സിദ്ദീഖ് ഹാജിയുടെ നേതൃത്വത്തിൽ ബോംബെയിൽ നിന്ന് ഒരു പായക്കപ്പലിൽ പോയവരായിരുന്നു. 3 മാസമെടുത്താണ് അറബിക്കട്ട് എന്ന് പറയുന്ന ദോഹയിൽ അവരെത്തുന്നത്. സിദ്ദീഖ് ഹാജി ഇന്നില്ല. അതിലൊരാൾ ഗുരുവായൂരിൽ താമസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഔർസുട്ടിയാണ്. ആദ്യം സിദ്ദീഖ് ഹാജി എന്ന് പറഞ്ഞ ആൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ചെന്ന് അപ്പോൾ എന്താ പിന്നെ സംഭവം എന്ന് പറഞ്ഞു. അങ്ങനെ ആൾ പറഞ്ഞ 500 രൂപ വേണം, എങ്കിൽ 300 രൂപ കൊണ്ടുപോകുന്ന ആളുണ്ട്, നിങ്ങൾ പോരണാന്ന് ചോദിച്ചു. ഞങ്ങൾ സെറ്റിൽ ചെയ്ത് 300 രൂപയ്ക്ക് സെറ്റിൽ ചെയ്ത് കോഴിക്കോട് പോയി. കോഴിക്കോട് പോയിട്ട് എന്തിട്ട് പറയണേ അവർക്ക് കാശ് കൊടുത്തു. ഞങ്ങളങ്ങനെ ബൊമ്പായി പോയി. ബൊമ്പായി വന്ന് നിന്നിട്ട് അങ്ങനെ ബർസായി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ പോയി ഞങ്ങൾ പരിചയമുള്ള ഒരിടത്ത് നിന്നു. അവിടുന്ന് എന്തിനും പറയണേ 22-ൽ എന്നാ ഇവരവിടെ എത്തിയത് ഈ ലാഞ്ചിക്കാർ. അന്ന് മഴയും ഇടിയൊക്കെ ഉള്ള ടൈമാണ്. ഞങ്ങൾ അവിടെ ചെന്ന് ആ കടലിൽ ഇരിക്കുമ്പോൾ കുറേ ആൾക്കാർ ഞങ്ങളെ കണ്ടപ്പോൾ പോവുക പേടിച്ചിട്ട്. അവരെ കണ്ടാൽ ഞങ്ങളെ പിടിക്കുന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു വേദനയാണ്. നോക്കുമ്പോൾ അവർ കള്ളി കച്ചവടക്കാരാണ്. ഞങ്ങൾ എന്തിനും പറയണേ നല്ല ലാഞ്ച് കൊടുന്നപ്പോൾ ലാഞ്ചിൽ കയറി കുറച്ചിട്ട് വന്നപ്പോഴത്തേനും പ്രളയം ആകെ വീണ് തല കറങ്ങിയിട്ട്. എന്താ ചെറിയ ലാഞ്ചാണ്, ലാഞ്ചാണ്. കാറ്റുണ്ടെങ്കിൽ ഇത് പോവുള്ളൂ, അല്ലെങ്കിൽ അവിടെ നിൽക്കും. അങ്ങനെ എന്തിനു പറയണ പാകിസ്ഥാനിൻ്റെ അടുത്ത് വന്നപ്പോൾ ഇവരൊക്കെ പറഞ്ഞു മിണ്ടാണ്ടെന്നോളെ പാകിസ്ഥാൻ പിടിക്കുമെന്ന് പറഞ്ഞു. അവരൊന്നും ഞങ്ങളെ പിടിച്ചൊന്നുമില്ല. അങ്ങനെ എത്തി 22-ൻ്റെ അന്ന് ഞങ്ങൾ ലാറക്കിൽ വന്നു. ഇറാൻ്റെ സ്ഥലത്തേക്ക് വന്നു. ഇറാൻ്റെ സ്ഥലത്ത് വന്ന് ലാഞ്ച് അവിടെ ഇറക്കി. ഞങ്ങൾ ഇറങ്ങി നോക്കുമ്പോൾ ഒന്നുമില്ല, ലാഞ്ചുകാരന് വന്നില്ല. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒരു ലാഞ്ച് വന്നിട്ട് അവിടെ കാലിയാക്കി. നോക്കുമ്പോൾ ഈത്തപ്പാച്ചാല ലാഞ്ച് മുങ്ങാണ്. അങ്ങനെ ഓടിപ്പോയി ഞങ്ങളെടുത്ത് കൊണ്ടുവന്ന് ഭക്ഷണം കഴിച്ചു. അവിടുത്തെ അമീർ വന്ന് ഏതാണെന്നൊക്കെ ചോദിച്ചപ്പോൾ സംഭവമാണ് പാകിസ്ഥാനിൽ നിന്ന് വരികയെന്ന് പറഞ്ഞു. ഞങ്ങൾ അപ്പോൾ മുസ്ലിം അല്ല വെച്ചിട്ട് അവർ ഞങ്ങൾ സെറ്റിൽ ചെയ്ത് ഞങ്ങൾ സഹായിച്ചിട്ട് ഇറാനിലേക്ക് കൊണ്ടുപോയി. ഇറാൻ്റെ സ്ഥലത്തിലാണ് ആദ്യം ഇറങ്ങി. ഇറാനിൽ കൊണ്ടുപോയി അങ്ങനെ ഇതായി പിടിച്ച് ഞങ്ങൾക്ക് കുറേശ്ശെ കാശ് തന്ന് ദുബൈക്ക് കൂട്ടി. മൂത്ത കുട്ടിക്ക് 1.5 വയസ്സ്, രണ്ടാമത്തേന് 4 മാസം ഗർഭം ഉള്ളപ്പോഴാണ് മുപ്പര് ഇറങ്ങിയത്. ഫസ്റ്റിൽ കോഴിക്കോട് പോയി, അവിടുന്ന് പിന്നെ ബോംബെ പോയി,
പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഈ കുട്ടീനെ പ്രസവിച്ചതിൻ്റെ ശേഷമാണ് മൂപ്പര് ഖത്തറിലെത്തിയത്. അതുവരെ ഒരു വിവരം കിട്ടിയിരുന്നില്ല. അങ്ങനെയുള്ള ജീവിതത്തിൽ കഴിഞ്ഞിങ്ങനെ പോയി കുറച്ച് കാലം, 10-20 കൊല്ലം പോലെ ജീവിച്ചു പോയി. കാരണം എവിടെയും പിടുത്തം കിട്ടാത്ത നിലയുള്ള ചെറിയ ചെറിയ ജോലികളായിട്ട് കഴിഞ്ഞു പോയി. പൈസ 2 മാസം എത്തുമ്പോൾ എന്തെങ്കിലും അയച്ചു തരും, ജോലി സ്ഥിരമില്ല. ഈ 13 പേരും ചെന്നുപെടുന്നത് അറബിക്കട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അന്ന് അവിടെ പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അതാണ് ഇന്നത്തെ ദോഹ, ഖത്തർ. അവിടെ ആദ്യമായിട്ടൊരു റെസ്റ്റോറൻറ്റ് സ്ഥാപിക്കുന്നത് ചാവക്കാടിനടുത്തുള്ള പാലുവായിക്കാരനായിട്ടുള്ള ഹംസഹാജിയാണ്. ഇന്നും അത് സൗദി അറേബ്യയുടെ ഹെറിറ്റേജായി അവർ സൂക്ഷിച്ചിരിക്കുന്നു. ബിസ്മില്ല ഹോട്ടൽ എന്നാണ് അതിന് പേര്. ആ റെസ്റ്റോറൻറ്റ് ദോഹയിലെ ആദ്യത്തെ റെസ്റ്റോറൻ്റ് ആയിരുന്നു എന്നാണ് പറയുന്നത്. അത് ഈ അടുത്ത കാലത്ത് പൊളിക്കാനുള്ള ശ്രമം വന്നപ്പോൾ അവിടുത്തെ ഭരണാധികാരി നേരിട്ട് ഇടപെട്ട് അത് പൊളിക്കാൻ പാടില്ലെന്നും അതേപോലെ സൂക്ഷിക്കണമെന്നും പറഞ്ഞ് ഇന്നും അത് പ്രവാസത്തിൻ്റെ സ്മാരകമായിട്ട് ദോഹയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. അങ്ങനെ ചാവക്കാട്ടുകാർക്ക് ഏത് കാലത്തും പ്രവാസത്തിൻ്റെ ഊഷ്മളമായ കഥകൾ പറയാനുള്ളവരാണ്. ഒരുപാട് ആളുകൾ ചാവക്കാട് വന്ന് ബിരുദാനന്തര ബിരുദം ഗവേഷണങ്ങളൊക്കെ പ്രവാസത്തെക്കുറിച്ച് നടത്തുന്നു. പക്ഷേ ചാവക്കാടിന് സത്യത്തിൽ പറയത്തക്ക ഒരു നേട്ടവും പ്രവാസം കൊണ്ടുണ്ടായില്ല എന്നുള്ളതാണ് സത്യം. പഴയ അങ്ങാടിയിൽ നിന്ന് കാര്യമായ മാറ്റങ്ങളൊന്നുമില്ലാതെ ചാവക്കാട് ഇന്നും പ്രവാസത്തിൻ്റെ സാക്ഷിയായി നിലകൊള്ളുന്നു എന്നുള്ളതാണ് സത്യം. ഗൾഫ് ജീവിതവും അതിൻ്റെ രാഷ്ട്രീയവും, പ്രവാസം കേരളീയ ജീവിതത്തിലുണ്ടാക്കിയ ഗതിമാറ്റങ്ങളും, കലാരംഗത്തെ അതിൻ്റെ ആവിഷ്കാരങ്ങളും ഇടകലർന്ന ഒരു ദീർഘ സംഭാഷണത്തിൻ്റെ ആദ്യ ഭാഗമാണിത്.